ഇന്നത്തെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്, സ്ത്രീക്ക് പാസ്റ്ററാകാൻ പറ്റുമോ, അപ്പോസ്തലയാകാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉള്ള ദേവദാസന്മാർക്കും വിശ്വാസികൾക്കും ഭയങ്കരമായ ഭയമുണ്ടാകുന്നത് ഈ ഒരു വിഷയത്തിൽ? എന്നാൽ എല്ലാവരും ചോദിക്കുന്നൊരു വിഷയമാണ്, എന്തുകൊണ്ട് ആദ്യ നൂറ്റാണ്ടിൽ യേശു കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ സ്ത്രീകളില്ലായിരുന്നു? അതൊരു നല്ല ചോദ്യമാണ്. എന്നോട് പലരും ചോദിച്ചതാണ്, എന്തുകൊണ്ട് യേശു കർത്താവിന് തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയതല്ല, ദൈവം ക്രമത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. കാരണം നിങ്ങൾ നോക്കിക്കോ, ഇത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. 2 മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ ഡിയോട്രോണമി 19-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും നോക്കണം. 19:15 ഇതേ വാക്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ 2 പേരുടെ ദ ലോ കൺസേണിങ് വിറ്റ്നസ്, 2 പേരുടെ 2 or 3 വിറ്റ്നസ് ഷാൾ ബി എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ യഹൂദന്മാരുടെ കാലത്ത് ഈ പെണ്ണുങ്ങളുടെ സാക്ഷ്യം അവിടെ വിലമതിക്കത്തില്ല, ആണുങ്ങളുടെ സാക്ഷ്യമാണ് അവർ വിലമതിച്ചത്. അപ്പോൾ അവിടെ ഒരു സ്ത്രീയെ ശിഷ്യയാക്കിയിരുന്നുവെങ്കിൽ ഈ സുവിശേഷം അവർ കേൾക്കുകയില്ലായിരുന്നു, അവരത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ക്രമപ്രകാരം അന്ന് സ്ത്രീകളെ ശിഷ്യന്മാരാക്കാതെയും അപ്പോസ്തലന്മാരാക്കാതിരുന്നതും. പിന്നീട് ആദ്യം തന്നെ തൻ്റെ മരണത്തിന് മുമ്പും സ്ത്രീയെ കൊണ്ട് തലയിൽ എണ്ണയൊഴിപ്പിച്ചു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 7-ാം വാക്യം മുതൽ. അതുപോലെ തന്നെ പുനരുത്ഥാനത്തിന് ശേഷവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, ഹല്ലേലൂയ, 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റിന് ശേഷം ഉയർപ്പിൻ്റെ ശുശ്രൂഷയും അറിയിക്കാനായിട്ട് മറിയയാണ്, ഒരു സ്ത്രീയാണ് ദൈവം യേശു കർത്താവ് തിരഞ്ഞെടുത്തത്. വളരെ സിസ്റ്റമാറ്റിക്കലിയാണ് ആ ലോയിനെ കർത്താവ് ബ്രേക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. ക്രൂശിലും മറിയോടാണ് പറയുന്നത്, അമ്മയോടാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കരമായ ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ശുശ്രൂഷയിലെല്ലാം ഫേബ എന്ന ഒരു പാസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യരെല്ലാം അവരെ ഡീക്കൻ എന്നാണ് പറയുന്നത്, പക്ഷേ അവരൊരു ശുശ്രൂഷക്കാരത്തിയാണ് ഒരു സഭയിലെ. അത് കഴിഞ്ഞിട്ട് 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, യൂനിയം എന്ന ഒരു അപ്പോസ്തല. അത് ആർക്കും മനസ്സിലാകുന്നില്ല. ഒരു അപ്പോസ്തലന് എല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ പറ്റും. അപ്പോൾ ആഴത്തിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും സ്ത്രീകൾക്കും ഉണർവിൻ്റെ ഒരു കാറ്റ്, സ്ത്രീയും പുരുഷനും എന്നില്ല, അവർക്ക് ആദമെന്ന് പേരിട്ടു എന്ന് ഉൽപ്പത്തി 5:2 പറയുന്നു. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 3:28 പറയുന്നു, ക്രിസ്തുവിൽ പുരുഷനും സ്ത്രീയുമില്ല. നിങ്ങൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ ദൈവത്തിൻ്റെ ആ കൺസെപ്റ്റ് പൂർത്തിയാക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നെവർ ഗിവ് അപ്പ്, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള സമയമാണിത്. നെവർ ഗിവ് അപ്പ്. കർത്താവിൻ്റെ ദൗത്യം അന്ത്യകാലത്ത്